പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയുടെ ഹല്ലേലൂയ. ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ആരാധന, ആരാധന, കരങ്ങൾ വീശി നാദ ആരാധന. എല്ലാവരും ആരാധന, ആരാധന, നാദ ആരാധന. ഈ നിമിഷം, ഈ നിമിഷം നിനക്കേ ഗിടാനാ എൻ കൈയിലൊന്നും നാദാ. സ്വരത്തിലെ എല്ലാവരും ഈ നിമിഷം നിനക്കേ ഗിടാനാ എൻ കൈയിലൊന്നും നാദാ. പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാദാ. പാപവും പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാദാ. ആദ്യമോദം ഞങ്ങൾ വീശിക്കട്ടെ. ആരാധന, ആരാധന, നാദ ആരാധന, ആരാധന, എൻ കൈയിലൊന്നു നാദാ. പാപം എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാദാ. പാപം എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാദാ. അവിരാമം ആരാധന, 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 നാദ ആരാധന. ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദയവായിട്ടിരിക്കുക, ഉള്ളതുപോലെയൊക്കെ ഇരിക്കുക. മറ്റുള്ളവരെ സ്ഥലമൊക്കെ ഒന്ന് പറ്റുന്ന പോലെയൊക്കെ വന്ന് കർത്താവിന് വേണ്ടി സഹകരിച്ച് എല്ലാവരും ഇരുത്താൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. ജീവനോടെ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യമായ നിമിഷം നമ്മൾ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ഈ ശുശ്രൂഷ നമ്മോടുകൂടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അനേക ആയിരങ്ങൾ അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ വിദൂരങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിമിഷം നിനക്കേ ഗിടാനാ എൻ കൈയിലൊന്നു നാദാ. നിമിഷം നിനക്കേ ഗിടാനാ എൻ
എൻ കൈയിലൊന്നു നാദാ പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാദാ പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാദാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ കാതലായ ചില സാക്ഷ്യങ്ങൾ കേട്ടു. അതിലൊരു സാക്ഷ്യം, അവസാനത്തെ സാക്ഷ്യങ്ങൾ, മരണ സർട്ടിഫിക്കറ്റ് എഴുതിയ ഒരു വിഷം കഴിച്ച സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്. ആ സാക്ഷ്യം വളരെ നല്ല സാക്ഷ്യമായിരുന്നു. അത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അകത്തോട്ട് കയറി വരുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ വേറെ വന്നു. എന്താ കാര്യം എന്നറിയോ? ഞാനിങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്തെല്ലാം തരത്തിലുള്ള വലിയ പ്രയാസങ്ങളുമായിട്ടാണ് മക്കളെ കർത്താവിൻ്റെ അൾത്താരയിൽ വരുന്നത് അല്ലേ? കടങ്ങൾ ഉള്ളവർ, രോഗപീഠ ഉള്ളവർ, രോഗപീഠയാൽ ഞാനിന്ന് രാവിലെ ഒരു ക്യാൻസർ പേഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം നടക്കാനും പറ്റാതെ അയാളെ കസേരയിലാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നത്. അനക്കമില്ല. അപ്പോൾ മറ്റുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇയാൾ പ്രാർത്ഥിച്ചാൽ ശരിയാകുമോ എന്ന് തോന്നും. പക്ഷെ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥമുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമാണ് ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ, ഏത് അവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമുക്ക് ധൈര്യമുണ്ട്. എന്താ കാര്യം? അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥാനത്ത്, പ്രത്യേകിച്ച് സമയഘടികാരം നെഞ്ചിലേറ്റിയല്ലേ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ സങ്കീർണമായ ഒരു അടയാളമായത് കാരണം എല്ലാ ജനതകളും പഠിക്കാൻ, വിശ്വസിക്കാൻ, ഔദ്യോഗിക സഭ അതിൻ്റെ ആന്തരികത പഠിക്കാൻ അമ്മ വലിയ അടയാളങ്ങൾ നൽകുമെന്ന് നമുക്കറിയാം. കാരണം ചെറിയ അടയാളം കൊണ്ടൊന്നും സഭ ഇത് പഠിക്കത്തില്ല. വലിയ അടയാളം കിട്ടിയാൽ മാത്രമേ മരിച്ചവൻ, ഞാൻ പണ്ട് പറയുമായിരുന്നു അമ്മ മിക്കവാറും മരിച്ചവരെ ഉയർപ്പിക്കുമെന്ന്. എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചവരെ 1, 2, 3, 4, 5, 6 ഉയർത്തെഴുന്നേക്കാതെ ഈ പ്രത്യക്ഷീകരണം പഠിക്കാൻ പാടാണ്. കാരണം ഇത് സഭയിൽ ഇല്ലാത്ത ഒരു പ്രത്യക്ഷീകരണമല്ലേ, ക്ലോക്കൊക്കെ വെച്ച് പ്രത്യക്ഷപ്പെടണം. അപ്പം അത് വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയത് കാരണം വലിയ അടയാളങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വലിയ അടയാളങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങളും അതനുസരിച്ച് പ്രാർത്ഥിച്ച് വളരണം. കാര്യം അമ്മ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് കൃപാസനത്തിൽ തുടങ്ങിയ പ്രാർത്ഥന അഖണ്ഡ ജപമാലയാണ്. അഖണ്ഡ ജപമാല എന്ന് പറയുന്നത് എല്ലാ പള്ളികളിലുമൊക്കെ ഉണ്ട്. 53 മണി ജപമാല ആവർത്തിച്ചിടണമെന്നല്ല കൃപാസനത്തിനത്. കൃപാസനത്തിൽ അഖണ്ഡ ജപമാല ഒറ്റ സ്ഥലത്തിന് 20 ജപമാലയാണ്. ഇരിക്കണ ഇരിപ്പിൽ 20 ജപമാല ചെല്ലും. 10 സ്വർഗസ്ഥനായ പിതാവിന് 10 നന്മ നിറഞ്ഞ മറിയത്തിന് പകരം 50 നന്മ നിറഞ്ഞ മറിയം ചെല്ലും. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കണ കാലത്ത് പറയും ഇത് എന്തൊരു ആവർത്തന വിരസത പ്രാർത്ഥനയാണ്, എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയം സ്വസ്തിയെന്ന്. അതൊക്കെ കേട്ടാണ് ഞങ്ങൾ പഠിച്ചു വന്നത്. അപ്പോൾ എപ്പോഴും നന്മ നിറഞ്ഞ മറിയം 10 നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ അതിന് വിരസതയാണ്, മൊണോട്ടണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് പഠിച്ചുകൊണ്ട് വന്നത്. പഠിച്ചു വന്ന് അച്ഛനായി ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞ് ആ 10 ml ചേഞ്ച് വരുത്താൻ പോകണ്ടേ. അപ്പോൾ ഞാനോടത്ത് അത് കുറക്കാനായിരിക്കും. അമ്മ പറഞ്ഞ് അത് കൂട്ടാനാണെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഈ കരണക്കൊന്തൊക്കെ പരാജയപ്പെട്ടു പോണത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അത് പിന്നെയും നമ്മുടെ ഒരു പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സമയങ്ങളെ കുറച്ച് ലളിതവൽക്കരിക്കണതാണ്.
കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഓർത്തല്ലേ അത് പ്രാർത്ഥിക്കണം. ആ ഒറ്റ വിഷയമല്ലേ ഓർക്കുന്നുള്ളൂ. ആ ഒറ്റ വിഷയങ്ങളെ അതിൽ ഓർക്കുന്നുള്ളൂ. സമ്പൂർണ്ണ കൊന്തയിലെ പീഡാസഹനങ്ങൾ മാത്രമല്ല ഓർക്കണത്, മംഗളവാർത്ത ഓർക്കും. മംഗളവാർത്ത മനുഷ്യാവതാരം തൊട്ട് കർത്താവിൻ്റെ പരസ്യജീവിതവും കുർബാനയും കഴിഞ്ഞ് കർത്താവിൻ്റെ തിരുമരണവും ഉയർത്തെഴുന്നേൽപ്പും വീണ്ടും വരവും വരെ ഉയർത്താണ് സമ്പൂർണ്ണ ജപമാല എന്ന് പറയുന്നത്. ഒരു ജപമാലയിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് ചേഞ്ച് ഫോർ പോസിറ്റീവ്. ചേഞ്ച് വരുമ്പോൾ അത് പിന്നെയും 8ാം ക്ലാസ്സുകാരനെ കൊണ്ടൊന്ന് 6ാം ക്ലാസ്സിൽ ഇരുത്തിക്കണം ചെയ്യേണ്ടത്. 8ാം ക്ലാസ്സുകാരനെ 10ാം ക്ലാസ്സിൽ ഇരുത്തണം. പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ ഇപ്പം പല ആൾക്കാരും കർണക്കൊന്ത നൽകി ചെല്ലിയിട്ട് ഏതാണ്ട് വലിയ ആനക്കാര്യം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ പറ്റിക്കുന്നുണ്ട്. അത് ചെല്ലേണ്ടെന്നല്ല അച്ഛൻ പറയണത്. അത് കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, ജപമാലയ്ക്ക് പകരമാക്കരുത്. അത് ജപമാലക്ക് പകരമല്ല. ബിരിയാണിക്ക് പകരം അച്ചാർ കഴിച്ചാൽ മതിയാ, അത് ജപമാലയ്ക്ക് പകരമല്ല. ജപമാല ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലിരിക്കുന്ന ജപമാലയെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ മുമ്പത്തേക്കാൾ കുറച്ചുകൂടി നമുക്ക് പ്രയാസമുള്ള രീതിയിലാക്കി മാറ്റി. എനിക്കത് മനസ്സിലായില്ല. ഇപ്പം ഇന്നൊരു സാക്ഷി ഇവിടെ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? വെള്ളമില്ല. കോട്ടയത്തെ ഒരു സാക്ഷി നമ്മൾ കേട്ടില്ലേ, വെള്ളമില്ലാതിരുന്നു, ഞങ്ങൾ അവിടെ കുഴൽക്കിണർ കുഴിച്ചു, അപ്പോഴും ആവശ്യത്തിന് വെള്ളം കിട്ടിയെന്ന് അല്ലേ? കോട്ടയത്തുകാരൊക്കെ ആ സാക്ഷ്യം മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ വണ്ടർമേട് ആ ഭാഗങ്ങളുള്ളവർക്ക് ആ സാക്ഷ്യം മനസ്സിലാവും. തീരദേശത്തുള്ളവർക്ക് ആ സാക്ഷ്യം മനസ്സിലാകത്തില്ല. കാര്യം വെള്ളമില്ലാത്ത അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ശാന്തന്മാരെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ, ശാന്തന്മാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേടത്തി വന്ന് എൻ്റെ അടുക്കെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇവിടുന്ന് പൊറുതി ഉപേക്ഷിച്ച് പോവുകയാണ്. ശാന്തന്മാരെ വന്ന് ഇടിക്കുക. അപ്പോൾ ഞങ്ങൾ പൊറുതി ഉപേക്ഷിച്ച് പോവുകയാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നാത്തിനാ പൊറുതി ഉപേക്ഷിക്കണത്? പറഞ്ഞു, അച്ഛാ വെള്ളം കിട്ടണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ഭർത്താവ് മരിച്ചുപോയി, 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ താമസിക്കുന്നത് മലയുടെ 700 അടി മുകളിലാണ് താമസിക്കുന്നത്. മലയുടെ 700 അടി മുകളിലാണ്. ഒരു 300 അടി താഴെ വെള്ളമുണ്ട്. 300 അടി, നമ്മൾ 300 അടി നടന്നു വരുമ്പോൾ അവിടെ ആ വീട്ടുകാർക്ക് അവിടെ വീടൊക്കെ ഉണ്ട്, അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ 700 അടി മുകളിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഫെബ്രുവരി മാസം തൊട്ട് വെള്ളമില്ല. ആ വെള്ളം ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് പിന്നെ എങ്ങനെ ജീവിക്കും? നിത്യോപയോഗത്തിനും കഴുകാനും പാത്രം കഴുകാനും ഒന്നും വെള്ളമില്ല. പിന്നെ എന്ത്? ഈ പെമ്മക്കൾ കൊടുവുമായിട്ട് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരണം. എത്ര അടി? 300 അടി 400 അടി ഇറങ്ങി വരണം. 400 അടി ഇറങ്ങി വരുമ്പോഴാണ് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടണത്. വെള്ളം കിട്ടിയാൽ പിന്നെ ഈ കൊടുവും കൊണ്ട് 400 അടി കയറിപ്പോകണം. നമ്മൾ 1 ആഴ്ച 2 ആഴ്ച ചെയ്തപ്പോൾ തന്നെ നടുവും കേടായി, പക്ക് കുടിഞ്ഞ് ആകെപ്പാടെ പാകക്കേടായി. ഇപ്പോഴെന്ത് ചേച്ചി എന്നാ പറഞ്ഞതെന്നറിയാമോ? ചേച്ചി പറഞ്ഞത്, അച്ഛാ ഇപ്പം വെള്ളമില്ലെന്ന് കേട്ടപ്പോൾ വിൽക്കാനും ആരും എടുക്കണില്ല, വെള്ളമില്ലാത്ത സ്ഥലം ആരും എടുക്കുമെന്ന് ചോദിച്ചു. പൈസ ഇവിടെ ഇരിക്കണതുകൊണ്ട് ഈ പറയണ കാര്യം മുഴുവൻ സത്യമാണ്. അല്ലെങ്കിൽ ഞാനൊരു കഥ പോലും പറയാത്ത ആളാണ്, നിങ്ങൾക്കറിയാം. കൊച്ചു കഥകളോ ചെറുകഥകളോ ഒന്നും വചനത്തിൽ കയറ്റത്തില്ല. വചനത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അനുഭവത്തിൽ, മറ്റുള്ളവരുടെ അനുഭവം പോലും ഞാൻ പറയത്തില്ല. അല്ലെ കൃപാസനത്തിൽ നടന്ന കാര്യമേ പറയത്തുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞ് അവർക്ക് ആ അനുഭവം ഉണ്ടായെന്ന് പോലും ഞാൻ പറയത്തില്ല. ഫസ്റ്റ് ഹാൻഡ് നോളജ് തരത്തുള്ളൂ, സെക്കൻഡ് ഹാൻഡ് നോളജ് തരത്തില്ല. അപ്പോൾ ഞാൻ ചേച്ചിയോ പറയണ വെച്ചാൽ, ഇത് പെട്ട വിലക്ക് വിൽക്കേണ്ടി വരും. വിറ്റാൽ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ എങ്ങനെ കെട്ടിക്കും? അതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇപ്പോൾ വെള്ളമില്ലാത്ത കൊണ്ട് വളരെ മോശം വിലക്ക്, ചെറിയ വിലക്കേ വിൽക്കാൻ പറ്റത്തുള്ളൂ. വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് കൊണ്ട് ഈ 2 പെൺകുഞ്ഞുങ്ങളെയും കെട്ടിക്കാൻ പറ്റും. വാടകയ്ക്ക് പോകാമെന്ന് വെച്ചാലും ബാക്കിയുള്ള പെൺകുഞ്ഞുങ്ങളെ കെട്ടിക്കണ്ടേ? ഒരാളെ കെട്ടിക്കുമ്പോൾ കാശ് തരും, മറ്റയാളെ വീട്ടിൽ നിന്ന് പോകും. ആകെപ്പാടെ പ്രശ്നമാണ്. ഞാനെപ്പോഴും കർത്താവിൻ്റെ തിരുസന്നിധി പ്രശ്നം തന്നെ വെച്ചിരിക്കണത്. ഞാൻ പ്രശ്നത്തിൻ്റെ അപ്പുറത്തൊരു ദൈവത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിത്യജീവനെക്കുറിച്ച് മാത്രമാണ്. നിത്യജീവനെക്കുറിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. പിന്നെ കാര്യം നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വന്നാൽ ഞാൻ പ്രശ്നത്തിനേക്കാൾ വലുതാണ് നിത്യജീവനെന്ന് പറയും ജനങ്ങളോട്. കാര്യം കർത്താവിനും മരണത്തേക്കാൾ വലുതായിരുന്നല്ലോ നിത്യജീവൻ. കർത്താവിന് നമ്മുടെ മരണത്തേക്കാൾ വലുതാണ്, തൻ്റെ മരണത്തേക്കാൾ വലുതായ നിത്യജീവനായതുകൊണ്ടാണല്ലോ കർത്താവ് ക്രൂശിക്കപ്പെടാൻ തയ്യാറായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ഞാൻ ചേച്ചിക്കൊരു തിരിവഞ്ചരിച്ചു കൊടുത്തു. ചേച്ചി വിൽക്കാൻ വരട്ടെ, പോകാൻ വരട്ടെ, കർത്താവ് ജീവനോടെ നിൽക്കുന്നുണ്ടല്ലോ. നമുക്ക് ആദ്യം കർത്താവിനോട് പറയാം. കാര്യം നമുക്ക് വേറെ വഴിയില്ലല്ലോ, നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞതും കർത്താവിനോടാണ് പറയേണ്ടതെന്ന് പറഞ്ഞതും ആദ്യത്തെ മാർപ്പാപ്പ പത്രോസാണ് പറഞ്ഞത്.
ഓരോരുത്തർ അവരുടെ വഴി നോക്കി പോയപ്പോൾ പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നിൻ്റെ വഴി നീ നിനക്ക് നോക്കുന്നുണ്ടാ? നിൻ്റെ വഴി നോക്കി നീ പോകണ്ട. അപ്പോഴേ പറഞ്ഞ് ഞങ്ങൾക്കൊരു വഴിയേ ഉള്ളൂ, അത് എൻ്റെ കർത്താവാണ് എൻ്റെ വഴിയെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തുതിയുടെ ഹല്ലേലൂയ. യേശു സ്തുതിയുടെ ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വഴിയും സത്യവുമായവനേ, നിൻ തിരുനാമം വാഴ്ത്തുന്നു. പാടുക. ചെങ്കടലിൽ നീയെന്ന് പാത തെളിച്ചു, മഴയിൽ മക്കൾക്കു മന്ന ഒഴിച്ചു, എരിവയിലും മേഘത്തടലായി, ഇരുളിൽ മേഘനാളമായി. വഴിയും സത്യവുമായവരേ, നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൽ നാഥനായി വാ ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. മത്യനായി ഭൂമിയിൽ പിറന്നു ഏകദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അബാപിതാവേ, അബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഗീതം ഭൂമിയിൽ എന്നും നിറവേറിടേ. സന്തോഷത്തോടെ അബാപിതാവേ, അബാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഗീതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു ദൈവഞ്ചരിച്ച് കൊടുത്തിട്ട് പറഞ്ഞ് രക്ഷിപ്പോയി, ഒരു വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായതും 7 നന്മ നിറഞ്ഞവരും ചെല്ലാൻ പറഞ്ഞു. എന്തിനാ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞത്? നിങ്ങളൊക്കെ ചെല്ലണ വിശ്വാസ പ്രമാണമല്ലേ? ആണോ? മകന് ജോലിയില്ലാത്തപ്പോഴും ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോഴും, ഇപ്പം കേസിന് പോയ കാര്യം പറഞ്ഞില്ലേ, ഒരു ചെടുത്ത് കേസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ കുറേ സാക്ഷ്യമായി ഇതുപോലെ കേസും കോടതിയും അമ്മയും എല്ലാത്തിനും ഇറക്കിക്കൊണ്ട് പോരുകയും. ആ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം സാക്ഷ്യം പറഞ്ഞായിരുന്നു, 33 കേസ്. അവനോട് അവൻ്റെ ജഡ്ജി തന്നെ ബന്ധമുള്ള വക്കീലിനോട് പറഞ്ഞു, ഇവൻ പണി മേടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിളമ്പടിക്ക് ആശീർവാദം കൈ വെച്ചുകൊണ്ട് കണ്ണീരോടെ പോയി കൂട്ടി നിൽക്കും. അമ്മേ പണി തരല്ലേ, ഞാൻ അമ്മയുടെ മകനാണ്, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാണ്, അമ്മക്കല്ലേ അറിയാൻ പാടില്ല, എനിക്ക് ഇവിടെ തന്നെ എനിക്കൊരു ചാൻസ് തരാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, നിനക്ക് ഞാനൊരു ചാൻസ് തന്നിരിക്കണം എന്ന് പറഞ്ഞു. ജഡ്ജി ഉടനെ ചോദിച്ചു വക്കീലിനോട്, ഈ പറഞ്ഞ വേറെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ പരാതിയുടെ പേപ്പർ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ പേപ്പർ നോക്കിയിട്ട് പേപ്പർ കാണാനില്ല. അപ്പോൾ അവൻ പറയുകയാണ്, അമ്മ പേപ്പർ എടുത്ത് മാറ്റിയിരുന്നു. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു, നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. അവനെ വെറുതെ വിട്ടു. 33 കേസുള്ള ആളെ. അതെന്താ അവൻ അവിടെ നിന്ന് പറഞ്ഞു, അമ്മ ഇനിയുള്ള കാലം എനിക്ക് അബദ്ധം പറ്റി, ഇനിയുള്ള കാലം ഞാൻ അമ്മയെ ഓർത്ത് ജീവിച്ചോളാമെന്ന് പറഞ്ഞു. അതാണ് സംഭവം. നിങ്ങളൊക്കെ അങ്ങനെ പറയണം എല്ലാവരും കേട്ടാ. എന്തെങ്കിലും കയ്യബദ്ധങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾ നിരാശപ്പെട്ട് ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ഇപ്പോൾ അബോർഷനായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുന്ത്രാണ്ടത്തൊക്കെ ചെന്ന് ചാടി മനസ്സിന് ഭാരമാണ്. ദൈവം എന്നെ കൈവിട്ടിരിക്കുകയാണ്, ദൈവം പോലും എന്നെ കേൾക്കത്തില്ല, കാര്യം എൻ്റെ കയ്യിരിപ്പ് അത്രമായിരുന്നു, ഇനിയിപ്പോൾ എങ്ങനെ നന്നാകാനാണ്, ഒക്കട്ടെ, അങ്ങനെ ഒന്ന് ഇവിടെ വന്നിരിക്കരുത്. ഒന്ന് പറഞ്ഞാൽ മതി, അമ്മേ കുറച്ച് അബദ്ധം പറ്റിപ്പോയി, അറിഞ്ഞും ചെയ്തിട്ടുണ്ട് അറിയാണ്ടും ചെയ്തിട്ടുണ്ട്, ഇപ്പം എനിക്ക് എല്ലാം മനസ്സിലായി വരുന്നുണ്ട്, എനിക്കൊരു അവസരം കൂടി തരണം എന്ന് പറഞ്ഞാൽ നിനക്ക് 10 അവസരം തരും. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുസ്തുതി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഗീതം ഭൂമിയിൽ എന്നും നിറവേറണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഗീതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. ഇസ്രായേലിൽ നാഥനായി ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മത്യനായി ഭൂമിയിൽ പിറന്നു ദൈവം, നിത്യജീവനേകിടുന്നു ദൈവം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയെ പോഴ്ചയുണ്ടായി. മക്കളെ, പാട്ട് കേൾക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴേ സ്നേഹത്തോടെ കേൾക്കണം. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനീ പ്രസംഗം കേൾക്കണത്, ആദ്യമായിട്ടാണ് ഞാനീ പാട്ട് കേൾക്കണമെന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് സ്വന്തമായിട്ട് മാറ്റണം, നിങ്ങളുടെ സ്വന്തമായിട്ട് മാറ്റണം. അപ്പോൾ നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നണം. അങ്ങനെ തോന്നിയാൽ പ്രാർത്ഥന കറക്റ്റ് പാകമാകും. പാകപ്പെട്ട പ്രാർത്ഥനയാണത്. പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കണത് എന്ന് തോന്നിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കണത് എന്ന് ആ ഒരു ബോധത്തിൽ പ്രാർത്ഥിച്ച് വരുമ്പോൾ ദൈവത്തിന് എന്ത് തോന്നും? നിങ്ങൾ സീരിയസ് ആണെന്ന് തോന്നും, ഇല്ലേ? എല്ലാ ധ്യാനത്തിലും അച്ഛൻ പറയണതാണ്, നമ്മൾ സീരിയസ് ആണെന്ന് ദൈവത്തിന് തോന്നുകയാണ് പ്രാർത്ഥന കേൾക്കാനുള്ള ആദ്യത്തെ നടപടി. നമ്മൾ സീരിയസ് ആയാൽ ദൈവം എന്താകും? ദൈവം സിൻസിയറാകും. നമ്മൾ സിൻസിയറായാൽ ദൈവം എന്താണ്? സീരിയസ് ആകും. ഞാൻ ഈ 10-42 കൊല്ലം സഭയിൽ വന്നപ്പോൾ പഠിച്ച കാര്യം അതാണ്. എല്ലാത്തിനും നമ്മൾ സീരിയസ് ആണ് ദൈവികമായ കാര്യങ്ങൾക്ക്. അപ്പോൾ ദൈവം സിൻസിയറാകും. സീരിയസ് എന്ന് വെച്ചാൽ ഗൗരവം, സിൻസിയർ എന്ന് വെച്ചാൽ ആത്മാർത്ഥം. എല്ലാ കാര്യത്തിനും ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് ദൈവം ശ്രദ്ധിക്കണ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കാവൂ. മനുഷ്യൻ ശ്രദ്ധിക്കണ പോയിൻ്റ് ശ്രദ്ധിക്കുമ്പോഴാണ് പ്രാർത്ഥന പമ്മണത്. പറഞ്ഞ മനസ്സിലായ? ദൈവം ശ്രദ്ധിക്കണ പോയിൻ്റ് ഉണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ശ്രദ്ധിക്കണത് മനുഷ്യന്മാർ ശ്രദ്ധിക്കണ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണത്. എന്താണ് അച്ഛൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ എന്താണ് ഉദ്ദേശം എന്നറിയാവോ? പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ എന്നാ പറയണത്? ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്ന രാജാവ് സന്തതി. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. ദൈവത്തെ ഭയപ്പെടാത്ത എന്ന് പറഞ്ഞ്, ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെ മാനിക്കാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു. അപ്പം എന്ത് ദിവസം ഒരു സാധു വിധവയാണ്, പിന്നെ ആരാണ്? സാധുവുമാണ്. ദിവസം ഒരു സാധു വിധവ വന്ന് യജമാനെ എനിക്ക് നീതി നടത്തി തരണമേന്ന് അവനോട് അപേക്ഷിക്കുക പതിവായിരുന്നു. എന്താണ് അയാളുടെ വീട് ചിലപ്പോൾ എല്ലാവരും കൈകാര്യം കാണും, തിരക്കാരും ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ആരില്ലല്ലോ. അപ്പോൾ ഇയാളെന്താ പറയണത്? ഇയാൾ തന്നെത്താൻ ചിന്തിച്ച് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, പിന്നെ എന്താണ്? മനുഷ്യനെ മാനിക്കുന്നില്ല. എങ്കിലും ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാരണം ഞാൻ അവർക്ക് നീതി നിറവേറ്റി കൊടുക്കും. എപ്പോഴും ശല്യപ്പെടുത്തുക. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, ഇത്രയും പറഞ്ഞിട്ട് നീതിരഹിതനായ ന്യായാധിപൻ പറയുന്ന ശ്രദ്ധിക്കുവൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നീതി നടത്താതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? പ്രീസലാള്. അപ്പോൾ കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വരുത്തുമെന്നോ വരത്തത്തില്ലെന്നാ? അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ, നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീതി നടത്തി കൊടുക്കും. അതിന് കാലവിളംബം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ്? എന്താ? ആ താമസം വരുത്തുമെന്ന് വരത്തത്തില്ലെന്നോ? അപ്പോൾ ദൈവത്തിൻ്റെ പോളിസിയാണ്. നമ്മൾ ഇട്ട് നടത്തുന്ന പരിപാടിയൊന്നുമില്ല, സർക്കാർ പ്രോഗ്രാമൊന്നുമില്ല. ദൈവത്തിൻ്റെ പോളിസി എന്താ? കാലവിളംബം വരുത്താത്തതാണ്. കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ പോളിസി. അത് കൃത്യമായി കർത്താവ് പറയുന്നുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് കൺകറൻസ് കിട്ടാൻ കാര്യം എന്താ? സമയമായില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ടാകുന്ന നോക്കുകയല്ലേ. സമയമായില്ല എന്നല്ലേ കാനായിലെ കല്യാണത്തിൽ അമ്മയോട് പറയണത്. എന്നാലും സമയമായില്ല എന്ന് പറഞ്ഞാലും സഹായിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ദൈവം നോക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നയപരമായ രീതിയിൽ കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ രീതികൾ. അപ്പം ദൈവത്തിൻ്റെ കാലവിളംബം വരുത്താത്ത രീതികളിൽ ആണ് അമ്മ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മ ആ പ്രാർത്ഥന വെച്ചപ്പോൾ ആ പ്രാർത്ഥന ഈശോ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും ചിന്തിക്കണം കാലവിളംബം വരുത്തത്തില്ലെന്ന്. ഇപ്പം ഞാൻ ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, ചേച്ചി തിരി കൊണ്ടുപോകും, കർത്താവ് ഇതിൻ്റെ സമാധാനം കാണും. കാര്യം എല്ലാത്തിനും കർത്താവിൻ്റെ കയ്യിൽ സമാധാനമുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊക്കെ ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമില്ല. ഇത് ദൈവത്തോട് പറയാമോ? ചെറിയ ദൈവത്തെ നമ്മൾ ചെറിയ കാര്യങ്ങളുടെ തമ്പുരാനാക്കും, എന്നിട്ട് ചെറുത രീതിയിൽ ചിന്തിക്കും.
അതാണ് കുഴപ്പം. ചെറിയ കാര്യങ്ങളിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ കോതമംഗലം വൈക്കത്തൊരു 400 ഏക്കറുണ്ട്, വേണമെങ്കിൽ കേസ് പറഞ്ഞാൽ കിട്ടും, കുറച്ച് കാശ് കൊടുത്താൽ മതി. അച്ഛൻ മേടിച്ച അച്ഛന് ഈ സാംസ്കാരിക യൂണിവേഴ്സിറ്റി നടത്താമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വയസ്സിപ്പോൾ 59 വരുന്നുണ്ട്, ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ ആദ്യം കൃപാസനത്തിൽ സങ്കടത്തോടെ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊന്ന് കേട്ട് തീരട്ടെ. ഞാൻ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ കർത്താവിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, സംഭവം സത്യമാണെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് കൃപ പിൻവലിക്കും. ചില കാര്യങ്ങൾ സത്യമാകാം, പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് വിഭജിക്കുന്നത്. ഇപ്പം നീ കാനഡയിൽ പോകുക എന്നുള്ളത് സത്യമാകാം, ചിലപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പം നിനക്ക് നീ പറയുന്ന ഈ ജോലി തന്നെ കിട്ടണത് ചിലപ്പോൾ സത്യമാകാം, കാര്യം നിൻ്റെ കൂട്ടുകാരത്തിൽ കിട്ടി, നിൻ്റെ ക്ലാസ്മേറ്റിന് കിട്ടി. പക്ഷേ നിനക്കത് വേണമെന്നുള്ളത് അതൊരു സത്യമാണ്. ചിലപ്പോൾ അതുകൊണ്ട് നിന്നെക്കൊണ്ട് അപ്പം എല്ലാവർക്കും എല്ലാം നല്ലതാണ്, എല്ലാവർക്കുമല്ല എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. പ്രഭാഷകനാണ് 37:28 അല്ല, എല്ലാം നല്ലതാണ് എല്ലാവർക്കുമല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിൻ്റെ അനിയത്തിക്ക് ചിലപ്പോൾ കാനഡ നല്ലതായിരിക്കാം, നിനക്ക് നല്ലതായിരിക്കത്തില്ല. അതാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് കാലവിളംബം വരണത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ കാലവിളംബം നയപരമായിട്ടുള്ള നിലപാടല്ല. കാലവിളംബം നയപരമായിട്ട് നിലപാടല്ലാത്ത കൊണ്ടാണ് കാലവിളംബം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പോലും സഹായിക്കാനുള്ള സാധ്യത ദൈവം അന്വേഷിക്കുന്നത്. അമ്മയോട് പറഞ്ഞപ്പോൾ സമയമായില്ല എന്ന് പറഞ്ഞപ്പോഴും അപ്പാടെ മനസ്സിലാണ് സമയമെന്ന് പറയുമ്പോഴും ഈശോ അന്വേഷിക്കുകയാണ്, അമ്മയല്ലേ പറഞ്ഞത്, അത് ചെയ്തു കൊടുക്കാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ? ഉണ്ടായെന്ന് നോക്കിയപ്പോൾ ഒരു പ്രൊവിഷൻ കിട്ടി. എന്താണ്? ദൈവത്തിൻ്റെ നിലപാട്, തൻ്റെ മക്കളുള്ള നിലപാട് കാലവിളംബം ലൂക്ക 18:7 അനുസരിച്ച് കൊണ്ട് കാലവിളംബം വരുത്താത്ത നിലപാടാണ്. അപ്പോൾ ആ പ്രൊവിഷനിൽ വെച്ചുകൊണ്ടാണ് അമ്മയോട് പറയുന്നത് ഭരണിയുടെ വെള്ളം നിറക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ലുപ്പ് ഹോളുണ്ട്, അതനുസരിച്ച് കൊണ്ട് അമ്മയെ സഹായിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ദൈവം എപ്പോഴും നോക്കണത് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള മനസ്സാണ്. അതിലൊക്കെ അമ്മയുടെ കൂടെ ഒരു ഉന്തുകൂടി ആകുമ്പോൾ ഒക്കെ ആവും സംഭവം. എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കരുതെന്നല്ല, എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാൻ ആണ് ദൈവത്തിൻ്റെ മനസ്സുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ഒരു മധ്യസ്ഥം കൂടി കിട്ടുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമെന്ന് തന്നവൻ എന്നും ക്ഷേമമായി പാലിച്ചിടും, ജീവമെന്ന് തന്നവൻ എന്നും ക്ഷേമമായി പാലിച്ചിടും. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമിൻ കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമിൻ കൂടെയുള്ളതാ. ഈയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി, ഈയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ ചേച്ചി തിരിയും കൊണ്ടുപോയി പ്രാർത്ഥിച്ച്. ചേച്ചിയുടെ പ്രശ്നം എന്താണ്? 700 അടി താഴെയാണ് വെള്ളം, പിന്നെ വെള്ളമുള്ളത് 300 അടി താഴെയാണ്. 400 അടി ഇറങ്ങി വരണം. ഇറങ്ങി വന്നാൽ പോരില്ല, പിന്നെ വെള്ളം കൊണ്ടാണ് കയറേണ്ടത്. ഇവർക്ക് ഈ കല്യാണം പ്രായമായ മക്കളെ ഇങ്ങനെ ഇനി വെള്ളത്തിന് സന്ധ്യക്കൊക്കെ വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പുലിവാല് വേറെയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു സ്ഥലം മടുത്ത്, ജീവിതവും മടുത്ത്, ഒരു നരക യാതനയാണ് ശരിക്കും. ആരോട് സങ്കടം പറയാനാണ്? സ്ഥലം വിൽക്കാനാണെങ്കിൽ വിളവിലാസരം എടുക്കണമില്ല. അപ്പം ചില സമയത്ത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം മാനുഷ്യമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഇല്ല മക്കളെ, മനസ്സിലായില്ലേ? എങ്ങനെ അതിൻ്റെ അകവും പുറവും മുകളും താഴെയൊക്കെ പരിശോധിച്ചാലും ഈ വിഷയത്തിന് മാനുഷിക പരിഹാരമില്ലാത്തതായിരിക്കും. എൻ്റെ മക്കളെ, മാനുഷികമായ പരിഹാരം ഒരു വിഷയത്തിന് ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിഹാരമേ ഇല്ലെന്നാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായ ഒരു പരിഹാരം ഇല്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിലെ കൊച്ചിനോട് നമ്മൾ പറഞ്ഞു ഒരു അരിച്ചാക്കെടുക്കാൻ പറഞ്ഞു.
അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? അരിച്ചാക്ക് എടുക്കുക കൊച്ച്, 5ാം ക്ലാസ്സിലെ കുഞ്ഞ്. അരിക്കാച്ച ഏറ്റവും കുറഞ്ഞത് 75 കിലോ ഉണ്ടല്ലേ. അവനൊരു 10 കിലോ ആണെങ്കിൽ എടുക്കും. അപ്പോൾ 75 കിലോ ഈ 5ാം ക്ലാസ്സിലെ മകനോട് 75 കിലോ എടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അർത്ഥം. അതല്ല, നിനക്ക് ഭാരമായ കാര്യം, നിനക്ക് സാധിക്കാത്ത കാര്യം നീ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കണത്, ദൈവം തന്നെ ചെയ്യണമെന്നാണ്. കൈ ഇടിച്ച് കിടത്താണ്. യേശു ഹല്ലേലൂയ 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 ഹല്ലേലൂയ.